സോ ഹലോ ഗൈസ് വാട്സാപ്പ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചൂസ് ഗെയിമിംഗ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ മിനി വേൾഡിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് എല്ലാം കൂടെ സെറ്റാക്കിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു പൊടി പൊടിക്കാനാണ് വന്നേക്കുന്നത്. നമ്മുടെ കയ്യിൽ 6 ഇതുണ്ടായിരുന്നു, ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഗോൾഡ് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു സാധനം ഇല്ല. നോ പ്രോബ്ലം, ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. ഇവിടെ ഇങ്ങനെ കൊടുക്കുക, 1 2 3 ഇങ്ങനെ കൊടുക്കണം ടേസ്. ഇങ്ങനെ കൊടുക്കുക, ഇവിടെയും കൊടുക്കുക, ഇവിടെ നമുക്ക് ഇവനെ കൊടുക്കുക ടേസ്. ഓക്കെ, ആരെയോ കൊല്ലുന്ന വെച്ചാൽ നൈറ്റാണോ ഗേസ്? ഒരു മിനിറ്റ് ഇവിടെ വെച്ച്. വെരി ഗുഡ്, നൈറ്റ് ആയിരുന്നു. നന്നായി നോക്കിയത്. ഓക്കെ, ഗുഡ് മോർണിംഗ് ആയി. ഓക്കെ, നമ്മൾക്ക് ഇതാണ്ട് ഇവിടെ ഒരെണ്ണം വെക്കാം. പിന്നൊരു ടോർച്ച് ഇപ്പോൾ ടോർച്ച് ഇവിടെ വെച്ചാൽ കത്തുവോ? ഇല്ല, ഒരു ഫുൾ ബ്ലോക്ക് വേണം കേട്ടോ ടോർച്ചിന്. ഇപ്പോൾ ഫുൾ ബ്ലോക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച വർക്ക് വൃത്തിയായിട്ടൊന്നുമില്ല ഗൈസ്, അതൊക്കെ മതി. ഓക്കെ, ഇനി നമുക്ക് ഇവനെ പൊക്കത്തേക്ക് ആക്കി കൊടുക്കാം. ഇവൻ അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ, ഈ സ്വിച്ച് അതിനകത്തേക്ക് ഉണ്ടാവുള്ളൂ. ബാക്കി എനിക്ക് ഓഫ് ക്യാമറയിലിരുന്ന് ഞാൻ ഇനിയും ഗ്രൈൻഡ് ചെയ്യും, അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെയും കൂടെ ഒരു റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഇവനെയും ഇവിടെ വെക്കാം, സെറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ അങ്ങനെ കൊണ്ടുപോവുക. പിന്നെ അങ്ങോട്ടേക്ക് പയ്യെ പോയാലും മതി ഗൈസ്, നമുക്ക് നിർബന്ധമൊന്നുമില്ല സ്പീഡിൽ പോകണമെന്ന്. അപ്പം അങ്ങോട്ടേക്ക് പയ്യെ ആക്കണം. അല്ല ഗൈസ്, ഈ വഴി പോയാൽ ശരിയാവില്ല. അപ്പോൾ ഇത് നേരെ പൊട്ടിച്ചെടുത്തേക്കാം. വഴി പോയാൽ ശരിയാവില്ല, മറ്റേ വഴി പോയാലേ ശരിയാവുള്ളൂ ഗൈസ്. മറ്റേ വഴിയെ കറക്റ്റ് അവിടെ എത്തുള്ളൂ. ഇതും പൊട്ടിച്ചേക്കാം. മനുഷ്യനെ പേടിപ്പിച്ച് പറഞ്ഞല്ലോ പാട്ടി. എവിടെയാടാ അത്? കാണുന്നില്ലല്ലോ അതിനെ ഞാനിങ്ങനെ. അതിനെ കാണാണ്ട് ഞാനിതാണ്ട് വേറെ സ്ഥലത്തെത്തി. ഞാനത് സോംബിയാ ഓർത്തോണ്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സോംബിനെ കാണുന്നുമില്ല. ഞാൻ താഴോട്ട് നോക്കിയാൽ മതിയായിരുന്നു. പൊട്ടൻ താഴോട്ട് നോക്കാണ്ട് ഇങ്ങനെ ഇവിടെ എത്തിയോ ഞാൻ. ഒരു ഉപകാര കഴിവൻ ചേട്ടാ അതിന് ഗൈസ്. എനിക്കിപ്പോൾ ഫുഡില്ലാണ്ട് ഞാൻ നെട്ടോട്ടം ഓടുകയാണ്. നെട്ടോട്ടം എന്നല്ല പറയാം, ആ സംഭവം ഓടുകയാണ് ഗൈസ്. ഇനി ഒരു ഫുഡ് ഫാർമിൻ്റെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യേണ്ട വരും. ഓക്കെ, അവിടെ വെച്ചാലും വർക്കാകും. അപ്പോൾ പിന്നെ ഇങ്ങനെ കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ആരും കാണാതെ അങ്ങനെ മൂല വരെ എത്തിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതിനുള്ളത് ഇല്ല ഗൈസ്. ബാക്കിയുള്ളത് ഞാൻ ഓഫ് ക്യാമറയിലൊന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇച്ചിരിയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഒരു 16 കൂടെ അയൺ വേവിച്ച്. അപ്പോൾ ഞാൻ അത് പോയി എടുത്തിട്ട് തരാം. ഗൈസ്, 32 വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഭാഗ്യമുണ്ട് ഗൈസ് നമുക്ക്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാക്ക് കിട്ടിയിട്ട് ഗൈസ്. അപ്പോൾ 16 ഉണ്ടെങ്കിൽ അര സ്റ്റാക്ക് കിട്ടും. ഓക്കെ. അപ്പം നമുക്കൊരു 16 വെച്ച് ഉണ്ടാക്കാൻ ഈ മാത്രം ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെവിടെ ഇരുന്നെത്തിയ ഉണ്ട് ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെയും വെച്ച് ഇത് നമ്മുടെ സ്ഥലം വരെ എത്തിക്കണം ഗൈസ്. ഇതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാൽ മതി. ഇവിടെ ഒരു സ്റ്റോൺ ടോർച്ച് വെക്കുക. നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് എല്ലായിടത്തേക്കും വേണം എന്ന് നിർബന്ധമുണ്ട്.
കേസ് ഇത് ഇരട്ടിപ്പണിയായിട്ട് ഡിലിറ്റ് ചെയ്തത് മാറ്റിയിട്ട് വേണം അവിടം വരെ ഞാൻ എത്തിക്കാൻ. അപ്പം ഞാൻ അവിടം വരെ എത്തിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ പൊന്നെ. ഓക്കെ, അതും വെച്ചിട്ടുണ്ട്. ഗൈസ് ആ കീപ്പർ ആ സോംബി സ്പോൺ ഒട്ടും ശരിയല്ല കേട്ടോ. എത്ര വട്ടാൻ്റെ ഹെൽത്ത് മൊത്തം കുറച്ചെടുക്കുന്നതെന്ന് അറിയോ. മനുഷ്യനെ പേടിപ്പിക്കാൻ അടുത്തോളുന്ന ഗൈസ്. എനിക്ക് ഫുഡ് തികയുന്നില്ല. ഇതൊന്നും ഫുഡ് പോരാ. ആകെയുള്ള ബീറ്റ്റൂട്ടും തീർന്ന്. ഇനി നമുക്ക് ഇതാണ്ട് ഇതിനകത്ത് വില്ലേജറിനെ കൊണ്ടുവരണം. വില്ലേജറിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്ത ആ വഴി ഒരു കാരണം വെച്ചാൽ മറക്കരുത്, അത് ഡബിൾ ബ്ലോക്കെങ്കിലും വെക്കണം. 1, 2 ഞാൻ 2 ബ്ലോക്ക് വെച്ച് മൂടിയിട്ടുണ്ട്. അവിടെ ഇനി വില്ലേജറിനെ കൊണ്ടിട്ടാലും അവർക്ക് കയറി വരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി 20 വില്ലേജസിനെ നമ്മളിവിടെ കൊണ്ടുവരണം കേട്ടോ. ഞാൻ നല്ല ഗ്രൈൻഡ് ചെയ്തിട്ട് ഗീസ്. ഓക്കെ, ഇനി നമുക്ക് ഡയമണ്ടിനൊക്കെ ഇതൊന്നും ഗ്രൈൻഡ് അല്ല കേട്ടോ ഗീസ്. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഗ്രൈൻഡ് എന്താണെന്ന് അറിഞ്ഞു ഗൈസ്. ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് ഗ്രൈൻഡ് അറിഞ്ഞാണ്. ഞാൻ ആദ്യം യൂട്യൂബേഴ്സൊക്കെ പറയുമ്പോൾ അയ്യേ ഇതൊക്കെ എന്തെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ഇപ്പോഴാണ് എല്ലാം കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി. ചില്ലർ പണിയൊന്നുമല്ല ഗൈസ് യൂട്യൂബേഴ്സ് എടുക്കുന്നത്. ഞാൻ യൂബാണ്. എന്നെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, വമ്പ പ്രൊഫഷണലായി കളിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർ ചില്ലറ കളിയൊന്നുമല്ല ഗൈസ് കളിക്കുന്നത്. അമ്മേ, ഞാൻ ഈ ഒരു ചെറിയ മൈൻഡ് ചെയ്യുമ്പോൾ തന്നെ ചത്ത മാതിരിയാവുക. ഓക്കെ, അതൊക്കെ വിട് ഗൈസ്. നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഇനി ചെയ്യേണ്ടത്, അവിടെ ഇനി എത്ര പേരുണ്ടെന്ന് അറിയില്ല ടീസ്. നമ്മുടെ കയ്യിൽ ഇനി അയണില്ല. അപ്പോൾ വീണ്ടും മൈനിങ്ങിന് പോകണം ടീസ്. കാരണം വെച്ചാൽ നമുക്ക് ഇതുണ്ടാക്കണമല്ലോ. എന്ത് അയൺ ഉണ്ടാവണേ. അയൺ 4 അയണുണ്ട്. 4 അയൺ മതിയാ? 4 അയൺ മതിയെന്ന് പറ പ്ലീസ്. നോവേ 5 അയൺ ഗായ്സ്, 5 അയൺ. എടാ, ഒരയണിൻ്റെ കുറവോ? ഈ എന്തൊരവസ്ഥയാണ് നോക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് കുതിക്കാട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങളെ എന്താണ് ഞാൻ അങ്ങോട്ട് കുതിക്കുന്നത് കാണിച്ചു തരാം. അവിടെ കുറേ വ്യത്യാസമാക്കിയിട്ട് ഗൈസ്. അവിടെ അടിയിൽ നിന്നൊക്കെ ഞാൻ മൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നടക്കാൻ വഴിയില്ലാണ്ട് ഞാൻ താഴോട്ടൊക്കെ വഴിയാക്കിയായിരുന്നു. ടോർച്ച് എടുക്കണോ? സോംബി സ്പോണർ മൂടണോ? ഞാൻ സോംബി സ്പോണർ ഇതുവരെ സ്പോണിങ് ഓഫാക്കിയിട്ടില്ല ടേസ്. അപ്പോൾ മിക്കവാറും അതിൻ്റെ പരിപാടിയും കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തി ഗൈസ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ വഴി താഴെ വരെ ആക്കിയെന്ന്. ഇതാണ്ട് ഇവിടെ നിന്നൊക്കെ കുറേ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ അയൺ എടുക്കാൻ പോകും. ഇത് അവിടെ ഒരു അയൺ എടുത്ത് പെട്ടെന്ന് അയൺ എടുക്കുക ഓടിട്ട്. കാരണം ഫുഡ് പോലും കയ്യിലില്ലാത്തതുകൊണ്ട് ഇത് ഞാൻ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഇത് തന്നെയാട്ടോ. ഈ അയണൊക്കെ എടുക്കും, വന്നിട്ട് ഒറ്റ ഓട്ടാണ്. എന്നിട്ട് കഴിഞ്ഞ് തിരിച്ചതേപടി വെച്ച് കൊടുത്തു. അതുകൊണ്ട് ആരുടെയും ശ്രദ്ധയപ്പെടാണ്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോകും. ഇതാണ് ഇങ്ങനെയായിരുന്നു ഞാൻ 10-20 വട്ടം ഇങ്ങനെ ഞാൻ ചെയ്തു പ്ലീസ്. ഓക്കെ, സിമ്പിൾ ആൻഡ് കംപ്ലൈൻറ്റ് അമ്പിൾ. ഓക്കെ ഗൈസ്, പരീക്ഷയൊക്കെ തുടങ്ങിയില്ലേ? ഓണപ്പരീക്ഷ ഗൈസ്. എനിക്ക് എല്ലാവരുടെ കൂടെ കളിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരുത്തം പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ ഗൈസ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കയറാൻ പറ്റുന്നവർ കയറുക. ഇനി ഇൻസ്റ്റാഗ്രാം ID പറ്റില്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ സെറ്റാക്കാം. കമൻറ്റ് ചെയ്യുക അത് സെറ്റാക്കണമെന്ന്. ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തവരുണ്ടാവുമായിരിക്കുമല്ലേ? ഉണ്ടാവണം. ഓക്കെ, 5 കിട്ടിയിട്ട് ഗൈസ്. ഇതാണ്ട് സിമ്പിളാണ്. അപ്പോൾ എന്താണ് ഗൈസ്, അതും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് മറ്റു സംഭവം കൂടെ ഉണ്ടാക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ കയ്യിൽ പൊട്ടാറ്റോ ഉണ്ട് കേട്ടോ. പൊട്ടാറ്റോ ചിലപ്പോൾ നമുക്ക് ഫാർം ചെയ്യേണ്ടി വരും. ആപ്പിളുണ്ട്. ആപ്പിൾ ഇപ്പോൾ യൂസ് ചെയ്യാട്ടെ. ശേഖരിച്ച് വെച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല. ഓക്കെ, ഫുഡ് കഴിച്ചു. അയൺ എടുത്തു. ആ 2 അയണും കൂടെ ഒന്നായിട്ട് ഞാൻ വരാട്ടെ. ഓക്കെ, അതും കിട്ടി. ഇനി മൈൻകാർട്ടും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്.
മൈൻകാട്ട് ഇതിനകത്ത് വെക്കുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വില്ലേജസിനെ അങ്ങോട്ടേക്ക് വിടാൻ തുടങ്ങാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാതെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ ഗയാ.